ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് കാസർഗോഡ് വരെ പോയാലോ. കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് കാസർഗോഡ് വരെ ഒന്ന് പോകണം. അപ്പം അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം എൻ്റെ ഈ ഒരു കോലത്തിൽ നിന്നൊരു ട്രാൻസിഷൻ ആയാലോ. ഇതാണ് എൻ്റെ ട്രാൻസിഷൻ. വലിയ മേക്കപ്പൊന്നുമില്ല, എന്നാലും ഒരു ഗ്ലിറ്റർ ഐ ഷാഡോ ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ലിപ്സ്റ്റിക്ക് ഞാൻ ലൈറ്റായിട്ട് ഇട്ടിട്ടുള്ളൂ. അതെനിക്ക് കാറിൽ നിന്ന് കുറച്ചും കൂടിയും നല്ല രീതിയിൽ ഇടാം എന്ന് വിചാരിച്ചു. ആൻഡ് ഞാൻ പാൻറ് ഇട്ടിട്ടില്ല, ഞാൻ ട്രൗസറാണ് ഇട്ടത്. പാൻറ് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഇടാറ്, അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ആ ഒരു മാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു വൈറ്റ് ആയതുകൊണ്ട് അതിന് നല്ല രസമുണ്ട്. എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. അതായത് ഔട്ട്ഫിറ്റ് ചെക്ക് ഇതാണ് ഗൈസ്, എൻ്റെ ഔട്ട്ഫിറ്റ് ചെക്ക്. സെറ്റല്ല എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം നമ്മളിതാ യാത്രയൊക്കെ തുടങ്ങി. എൻ്റെ അനിയത്തി എന്തൊക്കെയോ എക്സ്പ്രഷൻ എനിക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇട്ടിരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണ് പോലും നമുക്കറിയില്ല. പിന്നെ ഈ ഒരു പാലം നമ്മളിപ്പോൾ കയറിയാടും കണ്ണൂർ ജില്ലയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പാലം ഇറങ്ങുമ്പം നമ്മൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലോട്ടായിരിക്കും. അങ്ങനെ ഒരു കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ ബന്ധം അവിടെയുണ്ട്. ആൻഡ് പിന്നെ ഇവിടുന്ന് ഞാൻ വീഡിയോ എടുത്തു. പിന്നെ എടുത്തത് കാഞ്ഞങ്ങാട്. നല്ല ബ്ലോക്കിൽ പെട്ടപ്പോഴാണ് ഗൈസ്. നല്ല ബ്ലോക്കാണ് ഇവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് യാത്രക്കാർ റോഡ് ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റേതായ ബ്ലോക്കും ബസ്സും ഒക്കെ. അപ്പം അതൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മുമ്പ് അമ്മയും അച്ഛനും എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ അതൊക്കെ മ്യൂട്ടാക്കി വെച്ചേക്കുവാണ്. എൻ്റെ പൊന്നോ, ആ ബ്ലോക്കിൽ നിന്ന് വരാൻ നല്ല സമയമെടുത്തു. ഈ ബൈക്കൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല, ഈ കാറൊക്കെ ആണെന്നുണ്ടെങ്കിലോ മുമ്പിലുള്ള ആൾ പോവണ്ടേ. എനിക്ക് നല്ല ദേഷ്യം വന്നു. നിങ്ങൾ ബാക്കിലൊന്നും നോക്കണ്ട, ബാക്കിൽ എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഇതാ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെത്തി. എൻ്റെ മൈക്ക് അന്നേരം ഓഫായിരുന്നു. അപ്പം ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ബട്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത് ബാക്കൽ കോട്ടയിലോട്ട് പോയി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഇവിടെ പാർക്കിങ്ങിന് 20 റുപ്പീസാണ് 4 വീലറിന്. ഇനി എൻ്റെ പാർട്ട് 2 വീഡിയോ കാണാം.